2 രാജാക്കന്മാർ അധ്യായം 3. യഹൂദ രാജാവായ യഹോശാഫാത്തിന്റെ 18-ാം ആണ്ടിൽ ആഹാബിന്റെ മകനായ യഹോരാം ശമര്യയിൽ ഇസ്രായേലിന് രാജാവായി. അവൻ 12 സംവത്സരം വാണു. അവൻ യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു. തൻ്റെ അപ്പനെയും അമ്മയെയും പോലെയല്ല താനും. തൻ്റെ അപ്പനുണ്ടാക്കിയ ബാൽ വിഗ്രഹം അവൻ നീക്കിക്കളഞ്ഞു. എന്നാലും ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നെബാത്തിന്റെ മകനായ യൊരോബെയാമിന്റെ പാപങ്ങളെ അവൻ വിട്ടുമാറാതെ മുറുകെ പിടിച്ചു. മോവാബ് രാജാവായ മേശയ്ക്ക് അനവധി ആടുണ്ടായിരുന്നു. അവൻ ഇസ്രായേൽ രാജാവിന് 100,000 കുഞ്ഞാടുകളുടെയും 100,000 ആട്ടുകൊറ്റന്മാരുടെയും രോമം കൊടുത്തു വന്നു. എന്നാൽ ആഹാബ് മരിച്ച ശേഷം മോവാബ് രാജാവ് ഇസ്രായേൽ രാജാവിനോട് മത്സരിച്ചു. ആ കാലത്ത് യഹോരാം രാജാവ് ശമര്യയിൽ നിന്ന് പുറപ്പെട്ടു ഇസ്രായേലിനെ ഒക്കെയും എണ്ണി നോക്കി. പിന്നെ അവൻ, മോവാബ് രാജാവ് എന്നോട് മത്സരിച്ചിരിക്കുന്നു, മോവാബ്യരോട് യുദ്ധത്തിന് നീ കൂടെ പോരുമോ എന്ന് യഹൂദ രാജാവായ യഹോശാഫാത്തിനോട് ആളയച്ചു ചോദിപ്പിച്ചു. അതിന് അവൻ, ഞാൻ പോരാം, നീയും ഞാനും എൻ്റെ ജനവും നിന്റെ ജനവും എൻ്റെ കുതിരകളും നിന്റെ കുതിരകളും ഒരുപോലെയല്ലോ എന്ന് പറഞ്ഞു. നാം ഏതു വഴിയായി പോകണം എന്നവൻ ചോദിച്ചതിന്, ഏതോ മരുഭൂമി വഴിയായി തന്നെ എന്നവൻ പറഞ്ഞു. അങ്ങനെ ഇസ്രായേൽ രാജാവ് യഹൂദ രാജാവും ഏദോം രാജാവുമായി പുറപ്പെട്ടു. അവർ 7 ദിവസത്തെ വഴി ചുറ്റി നടന്ന ശേഷം അവരോട് കൂടെയുള്ള സൈന്യത്തിനും മൃഗങ്ങൾക്കും വെള്ളം കിട്ടാതെയായി. അപ്പോൾ ഇസ്രായേൽ രാജാവ്, അയ്യോ, ഈ 3 രാജാക്കന്മാരെയും യഹോവ വിളിച്ചു വരുത്തിയത് അവരെ മോവാബ്യരുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിനോ എന്ന് പറഞ്ഞു. എന്നാൽ യഹോശാഫാത്ത്, നാം യഹോവയോട് അരുളപ്പാട് ചോദിക്കേണ്ടതിന് ഇവിടെ യഹോവയുടെ പ്രവാചകൻ ആരുമില്ലയോ എന്ന് ചോദിച്ചതിന്, ഇസ്രായേൽ രാജാവിന്റെ ഭൃത്യന്മാരിൽ ഒരുത്തൻ, ഏലിയാവിന്റെ കൈക്ക് വെള്ളമൊഴിച്ച് ശാഫാത്തിന്റെ മകൻ എലീശ ഇവിടെയുണ്ട് എന്ന് പറഞ്ഞു. അവന്റെ പക്കൽ യഹോവയുടെ അരുളപ്പാടുണ്ട് എന്ന് യഹോശാഫാത്ത് പറഞ്ഞു. അങ്ങനെ ഇസ്രായേൽ രാജാവും യഹോശാഫാത്തും ഏദോം രാജാവും കൂടെ അവന്റെ അടുക്കൽ ചെന്നു. എലീശ ഇസ്രായേൽ രാജാവിനോട്, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? നീ നിന്റെ അപ്പന്റെ പ്രവാചകന്മാരുടെ അടുക്കലും നിന്റെ അമ്മയുടെ പ്രവാചകന്മാരുടെ അടുക്കലും ചെല്ലുക എന്ന് പറഞ്ഞു. അതിന് ഇസ്രായേൽ രാജാവ് അവനോട്, അങ്ങനെയല്ല, ഈ 3 രാജാക്കന്മാരെയും മോവാബ്യരുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് യഹോവ അവരെ വിളിച്ചു വരുത്തിയിരിക്കുന്നു. അതിന് എലീശ, ഞാൻ സേവിച്ചു നിൽക്കുന്ന സൈന്യങ്ങളുടെ യഹോവയാണ്, യഹൂദ രാജാവായ യഹോശാഫാത്തിന്റെ മുഖം ഞാൻ ആദരിച്ചില്ല എങ്കിൽ ഞാൻ നിന്നെ നോക്കുകയോ കടാക്ഷിക്കുകയോ ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു വീണക്കാരനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു. വീണക്കാരൻ വായിക്കുമ്പോൾ യഹോവയുടെ കൈ അവൻ്റെ മേൽ വന്നു. അവൻ പറഞ്ഞത് എന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഈ താഴ്വരയിൽ അനേകം കുഴികൾ വെട്ടുവീൻ. നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല. എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ടു നിറയും. ഇത് പോരാ എന്ന് യഹോവയ്ക്ക് തോന്നിയിട്ട് അവൻ മോവാബ്യരെയും നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരും. നിങ്ങൾ ഉറപ്പുള്ള പട്ടണങ്ങളും ശ്രേഷ്ഠ നഗരങ്ങളുമെല്ലാം ജയിച്ചടക്കുകയും നല്ല വൃക്ഷങ്ങളെല്ലാം മുറിക്കുകയും നീരുറവുകളെല്ലാം അടച്ചു കളയുകയും നല്ല നിലങ്ങളെല്ലാം കല്ല് വാരിയിട്ട് ചീത്തയാക്കുകയും ചെയ്യും. പിറ്റേന്നാൾ രാവിലെ ഭോജനയാഗത്തിന്റെ സമയത്ത് വെള്ളം ഏദോം വഴിയായി വരുന്നത് കണ്ടു. ദേശം വെള്ളം കൊണ്ട് നിറഞ്ഞു. എന്നാൽ ഈ രാജാക്കന്മാർ തങ്ങളോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു വന്നു എന്ന് മോവാബ്യരൊക്കെയും കേട്ടപ്പോൾ അവർ ആയുധം ധരിപ്പാൻ തക്ക പ്രായത്തിലും മേലോട്ടുമുള്ളവരെ വിളിച്ചുകൂട്ടി അതിരിങ്കൽ ചെന്നു നിന്നു. രാവിലെ അവർ എഴുന്നേറ്റപ്പോൾ സൂര്യൻ വെള്ളത്തിന്മേൽ ഉദിച്ചിട്ട് മോവാബ്യർക്ക് തങ്ങളുടെ നേരെയുള്ള വെള്ളം രക്തം പോലെ ചുവപ്പായി തോന്നി. അത് രക്തമാകുന്നു. ആ രാജാക്കന്മാർ തമ്മിൽ പൊരുത് അന്യോന്യം സംഹരിച്ചു കളഞ്ഞു. ആകയാൽ മോവാബ്യരെ
കൊള്ളയ്ക്ക് വരുവീൻ എന്ന് അവർ പറഞ്ഞു. അവർ ഇസ്രായേൽ പാളയത്തിങ്കൽ എത്തിയപ്പോൾ ഇസ്രായേല്യർ എഴുന്നേറ്റ് മോവാബ്യരെ തോൽപ്പിച്ചോടിച്ചു. അവർ ദേശത്തിൽ കടന്നു ചെന്ന് മോവാബ്യരെ പിന്നെയും തോൽപ്പിച്ചു കളഞ്ഞു. പട്ടണങ്ങളെ അവർ ഇടിച്ചു നല്ല നിലമൊക്കെയും ഓരോരുത്തൻ ഓരോ കല്ലിട്ട് നികത്തി നീരുറവുകളെല്ലാം അടച്ച് നല്ല വൃക്ഷങ്ങളെല്ലാം മുറിച്ചു കളഞ്ഞു. കീർ ഹരേഷേത്തിൽ മാത്രം അവർ അതിൻ്റെ കല്ല് അങ്ങനെ തന്നെ വിട്ടേച്ചു. എന്നാൽ കവിണക്കാർ അതിനെ വളഞ്ഞു നശിപ്പിച്ചു കളഞ്ഞു. മോവാബ് രാജാവ് പട തനിക്ക് അതിവിഷമമായി എന്ന് കണ്ടപ്പോൾ ഏദോം രാജാവിനെ അണിമുറിച്ച് ആക്രമിക്കേണ്ടതിന് 700 ആയുധപാണികളെ കൂട്ടിക്കൊണ്ടു ചെന്നു. എങ്കിലും സാധിച്ചില്ല. ആകയാൽ അവൻ തൻ്റെ ശേഷം വാഴുവാനുള്ള ആദ്യജാതനെ പിടിച്ചു മതിലിന്മേൽ ദഹനയാഗം കഴിച്ചു. അപ്പോൾ ഇസ്രായേലിയരുടെ മേൽ മഹാകോപം വന്നതുകൊണ്ട് അവർ അവനെ വിട്ട് സ്വദേശത്തേക്ക് മടങ്ങിപ്പോന്നു. 2 രാജാക്കന്മാർ അധ്യായം 4. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലീശയോട് നിലവിളിച്ചു, നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. ഇപ്പോൾ കടക്കാരൻ എൻ്റെ 2 മക്കളെ പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. എലീശ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? പറക, വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. ഒരു ഭരണി എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നുമില്ല എന്നവൾ പറഞ്ഞു. അതിന് അവൻ, നീ ചെന്ന് നിന്റെ അയൽക്കാരോടൊക്കെയും വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക, പാത്രങ്ങൾ കുറവായിരിക്കരുത്. പിന്നെ നീയും നിന്റെ മക്കളും അകത്ത് കയറി വാതിലടച്ച് പാത്രങ്ങളിലൊക്കെയും പകർന്ന് നിറഞ്ഞത് ഒരു ഭാഗത്ത് മാറ്റിവെക്കുക എന്ന് പറഞ്ഞു. അവൾ അവനെ വിട്ടു ചെന്ന് തൻ്റെ മക്കളോടുകൂടെ അകത്ത് കടന്നു വാതിലടച്ചു. അവർ അവളുടെ അടുക്കൽ പാത്രങ്ങളെ വെച്ച് കൊടുക്കുകയും അവൾ പകരുകയും ചെയ്തു. പാത്രങ്ങൾ നിറഞ്ഞ ശേഷം അവൾ തൻ്റെ മകനോട്, ഇനിയും പാത്രം കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അവൻ അവളോട്, പാത്രമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എണ്ണ നിന്നുപോയി. അവൾ ചെന്ന് ദൈവപുരുഷനോട് വസ്തുത അറിയിച്ചു. നീ പോയി എണ്ണ വിറ്റ് കടം വീട്ടി ശേഷിപ്പുകൊണ്ട് നീയും മക്കളും ഉപജീവനം കഴിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. ഒരു ദിവസം എലീശ ശൂനേമിലേക്ക് പോയി. അവിടെ ധനികയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവൾ അവനെ ഭക്ഷണത്തിന് വരേണം എന്ന് നിർബന്ധിച്ചു. പിന്നത്തേതിൽ അവൻ ആ വഴി പോകുമ്പോഴൊക്കെയും ഭക്ഷണത്തിന് അവിടെ കയറും. അവൾ തൻ്റെ ഭർത്താവിനോട്, നമ്മുടെ വഴിയായി കൂടെ കൂടെ കടന്നു പോകുന്ന ഇയാൾ വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ എന്ന് ഞാൻ കാണുന്നു. നാം ചുവരോടുകൂടിയ ചെറിയൊരു മാളിക മുറി പണിതുണ്ടാക്കുക. അതിൽ അവന് ഒരു കട്ടിലും ഒരു മേശയും ഒരു നാൽക്കാലിയും ഒരു നിലവിളക്കും വെക്കുക. അവൻ നമ്മുടെ അടുക്കൽ വരുമ്പോൾ അവന് അവിടെ കയറി പാർക്കാമല്ലോ എന്ന് പറഞ്ഞു. പിന്നെ ഒരു ദിവസം അവൻ അവിടെ വരുവാൻ ഇടയായി. അവൻ ആ മാളിക മുറിയിൽ കയറി അവിടെ കിടന്നുറങ്ങി. അവൻ തൻ്റെ ബാല്യക്കാരനായ ഗേഹസിയോട്, ശൂനേംകാരത്തിയെ വിളിക്ക എന്ന് പറഞ്ഞു. അവൻ അവളെ വിളിച്ചു. അവൾ അവൻ്റെ മുൻപിൽ വന്നു നിന്നു. അവൻ അവളോട്, നീ ഇത്ര താൽപ്പര്യത്തോടെയൊക്കെയും ഞങ്ങൾക്ക് വേണ്ടി കരുതിയല്ലോ. നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? രാജാവിനോടോ സേനാധിപതിയോടോ നിനക്ക് വേണ്ടി വല്ലതും പറയേണ്ടതുണ്ടോ എന്ന് നീ അവളോട് ചോദിക്ക എന്ന് പറഞ്ഞു. അതിന് അവൾ, ഞാൻ സ്വജനത്തിൻ്റെ മധ്യേ വസിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ അവൾക്ക് വേണ്ടി എന്ത് ചെയ്യാമെന്ന് അവൻ ചോദിച്ചതിന് ഗേഹസി, അവൾക്ക് മകനില്ലല്ലോ, അവളുടെ ഭർത്താവ് വൃദ്ധനുമാകുന്നു എന്ന് പറഞ്ഞു. അവളെ വിളിക്ക എന്നവൻ പറഞ്ഞു. അവൻ അവളെ വിളിച്ചപ്പോൾ അവൾ വാതിൽക്കൽ വന്നു നിന്നു. അപ്പോൾ അവൻ, വരുന്ന ആണ്ടിൽ ഈ സമയമാകുമ്പോഴേക്ക് നീ ഒരു മകനെ അണച്ചുകൊള്ളും എന്ന് പറഞ്ഞു. അതിന് അവൾ, അല്ല, ദൈവപുരുഷനായ എൻ്റെ യജമാനനെ, അടിയനോട് ഭോഷ്ക് പറയരുതേ എന്ന് പറഞ്ഞു. ആ സ്ത്രീ ഗർഭം ധരിച്ചു. പിറ്റേ ആണ്ടിൽ എലീശ അവളോട് പറഞ്ഞ സമയത്ത് തന്നെ ഒരു മകനെ പ്രസവിച്ചു. ബാലൻ വളർന്നപ്പോൾ ഒരു ദിവസം
അവൻ കൊയ്ത്തുകാരോടുകൂടെ ഇരുന്ന തൻ്റെ അപ്പൻ്റെ അടുക്കൽ ചെന്നു. അവൻ അപ്പനോട്, എൻ്റെ തല, എൻ്റെ തല എന്ന് പറഞ്ഞു. അവൻ ഒരു ബാല്യക്കാരനോട്, ഇവനെ എടുത്ത് അമ്മയുടെ അടുക്കൽ കൊണ്ടുപോക എന്ന് പറഞ്ഞു. അവൻ അവനെ എടുത്ത് അവൻ്റെ അമ്മയുടെ അടുക്കൽ കൊണ്ടുചെന്നു. അവൻ ഉച്ചവരെ അവളുടെ മടിയിലിരുന്ന ശേഷം മരിച്ചുപോയി. അപ്പോൾ അവൾ കയറി ചെന്നു അവനെ ദൈവപുരുഷന്റെ കട്ടിലിന്മേൽ കിടത്തി വാതിലടച്ചു പുറത്തിറങ്ങി. പിന്നെ അവൾ തൻ്റെ ഭർത്താവിനെ വിളിച്ചു, ഞാൻ വേഗത്തിൽ ദൈവപുരുഷന്റെ അടുക്കലോളം പോയി വരേണ്ടതിന് എനിക്ക് ഒരു ബാല്യക്കാരനെയും ഒരു കഴുതയെയും അയച്ചു തരണമേ എന്ന് പറഞ്ഞു. അതിന് അവൻ, ഇന്ന് നീ അവൻ്റെ അടുക്കൽ പോകുന്നത് എന്തിന്? ഇന്ന് അമാവാസിയല്ല, ശബത്തും അല്ലല്ലോ എന്ന് പറഞ്ഞു. വേണ്ടതില്ല എന്നവൾ പറഞ്ഞു. അങ്ങനെ അവൾ കഴുതപ്പുറത്ത് കോപ്പിട്ട് കയറി ബാല്യക്കാരനോട്, നല്ലവണ്ണം തെളിച്ചു വിടുക, ഞാൻ പറഞ്ഞല്ലാതെ വഴിയിൽ എവിടെയും നിർത്തരുത് എന്ന് പറഞ്ഞു. അവൾ ചെന്ന് കർമ്മേൽ പർവ്വതത്തിൽ ദൈവപുരുഷന്റെ അടുക്കലെത്തി. ദൈവപുരുഷൻ അവളെ ദൂരത്ത് കണ്ടപ്പോൾ തൻ്റെ ബാല്യക്കാരനായ ഗേഹസിയോട്, അതാ ശൂനേം കാരത്തി വരുന്നു, നീ ഓടിച്ചെന്ന് അവളെ എതിരേറ്റ്, സുഖം തന്നെയോ, ഭർത്താവ് സുഖമായിരിക്കുന്നുവോ, ബാലന് സുഖമുണ്ടോ എന്നവളോട് ചോദിക്കണമെന്ന് പറഞ്ഞു. സുഖം തന്നെ എന്നവൾ പറഞ്ഞു. അവൾ പർവ്വതത്തിൽ ദൈവപുരുഷന്റെ അടുക്കലെത്തിയപ്പോൾ അവൻ്റെ കാൽ പിടിച്ചു. ഗേഹസി അവളെ മാറ്റുവാൻ അടുത്ത് ചെന്നാറെ ദൈവപുരുഷൻ, അവളെ വിടുക, അവൾക്ക് വലിയ മനോവ്യസനമുണ്ട്, യഹോവ അത് എന്നെ അറിയിക്കാതെ മറച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ യജമാനനോട് ഒരു മകനെ ചോദിച്ചിരുന്നുവോ, എന്നെ ചതിക്കരുതേ എന്ന് ഞാൻ പറഞ്ഞില്ലയോ എന്നവൾ പറഞ്ഞു. ഉടനെ അവൻ ഗേഹസിയോട്, നീ അര കെട്ടി എൻ്റെ വടിയും കയ്യിലെടുത്തു പോക, നീ ആരെയെങ്കിലും കണ്ടാൽ വന്ദനം ചെയ്യരുത്, നിന്നെ വന്ദനം ചെയ്താൽ പ്രതിവന്ദനം പറയുകയും അരുത്, എൻ്റെ വടി ബാലൻ്റെ മുഖത്ത് വെക്കണം എന്ന് പറഞ്ഞു. എന്നാൽ ബാലൻ്റെ അമ്മ, യഹോവയാണ്, നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ എഴുന്നേറ്റു അവളോടുകൂടെ പോയി. ഗേഹസി അവർക്ക് മുൻപായി ചെന്നു വടി ബാലൻ്റെ മുഖത്ത് വെച്ചു. എങ്കിലും ഒരനക്കമോ ഉണർച്ചയോ ഉണ്ടായില്ല. അതുകൊണ്ട് അവൻ അവനെ എതിരേൽപ്പാൻ മടങ്ങി വന്നു. ബാലൻ ഉണർന്നില്ല എന്നറിയിച്ചു. എലീശ വീട്ടിൽ വന്നപ്പോൾ തൻ്റെ കട്ടിലിന്മേൽ ബാലൻ മരിച്ചു കിടക്കുന്നത് കണ്ടു. താനും ബാലനും മാത്രം അകത്തുണ്ടായിരിക്കെ അവൻ വാതിലടച്ചു യഹോവയോട് പ്രാർത്ഥിച്ചു. പിന്നെ അവൻ കയറി ബാലന്റെ മേൽ കിടന്നു. തൻ്റെ വായ ബാലന്റെ വായ്മേലും തൻ്റെ കണ്ണ് അവൻ്റെ കണ്ണിന്മേലും തൻ്റെ ഉള്ളം കൈകൾ അവൻ്റെ ഉള്ളം കൈകളിന്മേലും വെച്ചു. അവൻ്റെ മേൽ കവിണ്ണു കിടന്നപ്പോൾ ബാലന്റെ ദേഹത്തിന് ചൂട് പിടിച്ചു. അവൻ ഇറങ്ങി മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടന്നിട്ട് പിന്നെയും കയറി അവൻ്റെ മേൽ കവിണ്ണു കിടന്നു. അപ്പോൾ ബാലൻ 7 പ്രാവശ്യം തുമ്മി കണ്ണു തുറന്നു. അവൻ ഗേഹസിയെ വിളിച്ചു, ശൂനേം കാരത്തിയെ വിളിക്ക എന്ന് കൽപ്പിച്ചു. അവൻ അവളെ വിളിച്ചു. അവൾ അവൻ്റെ അടുക്കൽ വന്നപ്പോൾ അവൻ, നിന്റെ മകനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. അവൾ അകത്ത് ചെന്ന് അവൻ്റെ കാൽക്കൽ സാഷ്ടാംഗം വീണു നമസ്കരിച്ചു. തൻ്റെ മകനെ എടുത്തുകൊണ്ടുപോയി. അനന്തരം എലീശ ഗിൽഗാലിൽ പോയി. അന്ന് ദേശത്ത് ക്ഷാമമുണ്ടായിരുന്നു. പ്രവാചക ശിഷ്യന്മാർ അവൻ്റെ മുൻപിൽ ഇരിക്കുമ്പോൾ അവൻ തൻ്റെ ബാല്യക്കാരനോട്, നീ വലിയ കലം അടുപ്പത്ത് വെച്ച് പ്രവാചക ശിഷ്യന്മാർക്ക് പായസമുണ്ടാക്കുക എന്ന് പറഞ്ഞു. ഒരുത്തൻ ചീര പറിപ്പാൻ വയലിൽ ചെന്ന് ഒരു കാട്ടുവള്ളി കണ്ടു. മടി നിറയെ പേച്ചൂര പറിച്ചു കൊണ്ടുവന്നു. അവർ അറിയായികയാൽ അരിഞ്ഞ് പായസക്കലത്തിലിട്ടു. അവർ അതാളുകൾക്ക് വിളമ്പി. അവർ പായസം കുടിക്കുമ്പോൾ നിലവിളിച്ചു, ദൈവപുരുഷനായുള്ളോവേ, കലത്തിൽ മരണം എന്ന് പറഞ്ഞു. അവർക്ക് കുടിപ്പാൻ കഴിഞ്ഞില്ല. മാവ് കൊണ്ടുവരുവീൻ എന്നവൻ പറഞ്ഞു. അത് കലത്തിലിട്ടു. ആളുകൾക്ക് വിളമ്പിക്കൊടുക്ക എന്ന് പറഞ്ഞു. പിന്നെ ദൂഷ്യമായുള്ളതൊന്നും കലത്തിലുണ്ടായിരുന്നില്ല. അനന്തരം ബാൽശാലീഷയിൽ നിന്ന് ഒരാൾ ദൈവപുരുഷന് ആദ്യഫലമായിട്ട് 20 യവത്തപ്പവും മലരും പൊക്കണത്തിൽ കൊണ്ടുവന്നു.
ജനത്തിന് അത് തിന്മാൻ കൊടുക്ക എന്ന് അവൻ കൽപ്പിച്ചു. അതിന് അവന്റെ ബാല്യക്കാരൻ, ഞാൻ ഇത് 100 പേർക്ക് എങ്ങനെ വിളമ്പും എന്ന് പറഞ്ഞു. അവൻ പിന്നെയും, ജനത്തിന് അത് തിന്മാൻ കൊടുക്ക, അവർ തിന്നുകയും ശേഷിപ്പിക്കുകയും ചെയ്യും എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അവർക്ക് വിളമ്പിക്കൊടുത്തു. യഹോവയുടെ വചനപ്രകാരം അവർ തിന്നുകയും ശേഷിപ്പിക്കുകയും ചെയ്തു.